ഇന്ന് ഞാനിവിടെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കുക്കറിൽ എങ്ങനെ സിമ്പിളായിട്ട് ഒരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കാന്നുള്ളതാണ്. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റിയാണ്. വേറെ യാതൊരുവിധ കറിയും വേണ്ട. നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സവോള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടൊമാറ്റോ ആണ് ആഡ് ചെയ്യണേ, കാരണം അത് നല്ല വലിയതാണ്, നല്ല പഴുത്തതാണ്. നിങ്ങൾ ചെറിയ ടൊമാറ്റോ ഒക്കെയാണ് എടുക്കണേ, പുളി കുറവാണെങ്കിൽ 2ന് പകരം 3 യൂസ് ചെയ്യാവുന്നതാണ്. അത് മിക്സിയുടെ ജാറിൽ നല്ലോണം അരച്ചെടുക്കുകയാണ് ചെയ്യണേ. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസും മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം 2 ഗ്ലാസ് സാധാ അരിയാണ്, ഞങ്ങളിവിടെ വെള്ളച്ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധാ അരിയാണ് എടുക്കണേ. നിങ്ങൾക്ക് ഇതിന് പകരം ബസുമതി റൈസോ ജീരകശാല അരിയോ അതല്ലെങ്കിൽ ഇവൻ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വരെ എടുക്കാം. പക്ഷെ നമുക്ക് കുക്കറിൽ അതിൻ്റെ വേവ് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കണുള്ളൂ. അതിനുശേഷം നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫൊക്കെ ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ പ്യൂരി ആക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാണ്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിവിടെ മസാലപ്പൊടികളായിട്ട് ടീസ്പൂണാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ലോണം വഴറ്റുക. മസാലക്കുത്തൊക്കെ മാറി വീണ്ടും എണ്ണ തെളിയണ വരെ വഴറ്റുക. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് അളവിൽ 2 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അരി വെന്തുടഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് ഇനി കടുക് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് കടുകും ഉഴുന്നുപരിപ്പും കറിവേപ്പിലും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. വറ്റൽമുളക് വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നേരെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇത് കുക്കർ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഫ്ലേവറൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ഈ മിക്സ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ജസ്റ്റ് റൈസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു റൈസ് നമ്മുടെ സാധാ ചോറിട്ട് മിക്സ് ചെയ്താലും അടിപൊളി ടൊമാറ്റോ റൈസ് റെഡിയാണ്. പിള്ളേർക്ക് ടിഫിൻ ബോക്സിലേക്കൊക്കെ കൊടുത്തു വിടാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.